രാമപുരം അമനകര ശ്രീ ഭാരതസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശവും തിരുവുത്സവവും ഏപ്രിൽ 29 മുതൽ മെയ് 9 വരെ തീയതികളിൽ നടക്കും. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, മുളയിടയിൽ, പ്രസാദശുദ്ധി, വാസ്തുഹോമം, വാസ്തു കലശപൂജ, വാസ്തു പുണ്യാഹം, അത്താഴപൂജ എന്നീ ചടങ്ങുകൾ നടക്കും. മെയ് 4 വരെ വിവിധ നവീകരണ കലശക്രിയകൾ ക്ഷേത്രത്തിൽ നടക്കും. മെയ് 4 രാത്രി 8 ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ മുരളീനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്തിൽ കൊടിയേറ്റ് നടക്കും. അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കലശവും നാളെ മുതൽ ഏപ്രിൽ മാസം 29 തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസം 29 ആരംഭിച്ച് 3 തീയതി ഉച്ചയ്ക്ക് നവീകരണ കലശ കാര്യങ്ങളെല്ലാം പൂർണ്ണതയിലെത്തുകയും 4 തീയതി ഉച്ച കഴിഞ്ഞ് വൈകിട്ടാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. 4 തീയതി വൈകിട്ട് തൃക്കൊടിയേറ്റും 9 തീയതി ആറാട്ടോടും കൂടി ഈ വർഷത്തെ തിരുവുത്സവം സമാപിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ഈ മഹനീയമായ ചടങ്ങ് കഴിഞ്ഞ 38 വർഷങ്ങൾക്ക് മുമ്പ് 1988 ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത്. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ നവീകരണ കലശം 38 വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. അതീവ പ്രാധാന്യത്തോടെ ഭക്തി നിർഭരമായ ഒരു വൈദിക ക്ഷേത്ര ചടങ്ങാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി കഴിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ക്ഷേത്ര കലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപരിപാടികളും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നടത്താവുന്ന ഭജനയും അതുപോലുള്ള മറ്റ് കൈകൊട്ടിക്കളിയും തിരുവാതിരകളിയും ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഉത്സവത്തോടനുബന്ധിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ ഉത്സവബലി ദർശനം, മഹാപ്രസാദമൂട്ട് തുടങ്ങിയ ചടങ്ങുകളും പതിവ് ചടങ്ങുകളും നടക്കും. പള്ളിവേട്ട ദിനമായ മെയ് 8 രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 2:30 ഇറക്കിപ്പൂജ, 5:30 കാഴ്ച ശ്രീബലി, തിരുവുമ്പിൽ സേവ, രാത്രി 10 പള്ളിവേട്ട വിളക്ക് എന്നിവ നടക്കും. മെയ് 9 രാവിലെ 8 കൊടിയിറക്ക്, തുടർന്ന് ആറാട്ട്, 25 കലശം, ഉച്ചയ്ക്ക് 12 തിരുവോണമൂട്ട് എന്നിവ നടക്കും. ക്ഷേത്ര ഭാരവാഹികളായ വി സോമനാഥൻ നായർ അക്ഷയ, പി നിർമ്മലൻ, KS അജിത് കുമാർ, സലി ചിലപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.